നെക്സ്റ്റാണ് ഇപ്പോൾ നമ്മൾ പ്രൊട്ടക്ഷൻ എന്താണ്, സെക്യൂരിറ്റി എന്താണ്, എന്തൊക്കെയാണ് രണ്ട് തമ്മിലുള്ള ഡിഫറൻസസ് എന്നൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു സെക്യൂർ സിസ്റ്റം അല്ലെങ്കിൽ നമ്മളൊരു സിസ്റ്റത്തിന് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെ ലെവലിലാണ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ 3 ലെവൽസ് ഓഫ് സെക്യൂരിറ്റി അല്ലെങ്കിൽ 3 കാര്യങ്ങളാണ് നമ്മളവിടെ അഷ്വർ ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ ഈസ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സിസ്റ്റത്തിൽ ഡാറ്റ സീക്രട്ടായിട്ടിരിക്കണം, അല്ലെങ്കിൽ ഡാറ്റ ലീക്കേജ് അവിടെ ഉണ്ടാവാൻ പാടില്ല. അതാണ് ഈ കോൺഫിഡൻഷ്യാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് കോൺഫിഡൻഷ്യാലിറ്റി, സെക്കൻഡ് ഈസ് അവൈലബിലിറ്റി ആൻഡ് തേർഡ് വൺ ഈസ് ഇൻറ്റഗ്രിറ്റി. അപ്പോൾ ഫസ്റ്റ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കീപ്പിംഗ് ദ ഡാറ്റ സീക്രട്ട്ലി ഓർ കീപ്പിംഗ് ദ ഡാറ്റ സീക്രട്ട്, അതാണ് കോൺഫിഡൻഷ്യാലിറ്റി. നെക്സ്റ്റ് നമ്മൾ പറയണത് ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ ഡാറ്റ സീക്രട്ടായിട്ട് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റൊരാൾക്ക് റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാനോ ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ അനുവാദം ഉണ്ടാവരുത്, അല്ലെങ്കിൽ ലീക്കായി പോവരുത്. അതാണ് കോൺഫിഡൻഷ്യാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ. ഇൻറ്റഗ്രിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അൺഓത്തറൈസ്ഡ് ആക്സസ് അനുവദിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? അവിടെ ഓത്തറൈസേഷൻ കൊടുക്കണം. കുറച്ച് യൂസേഴ്സിന് ഓത്തറൈസേഷൻ കൊടുക്കണം, കുറച്ച് യൂസേഴ്സിന് അങ്ങനെ നമ്മൾ പെർമിഷൻസ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഇനി നമ്മൾ അതൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇൻറ്റഗ്രിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓത്തറൈസേഷൻ ചെയ്യണത്, അല്ലെങ്കിൽ കോൺഫിഡൻഷ്യാലിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന കാര്യം ചെയ്യണത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് 3 കാര്യങ്ങളാണ് നമ്മൾ അവിടെ കീപ്പ് ചെയ്യാനുള്ളത്. CIA, ദറ്റ് ഈസ് കോൺഫിഡൻഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റി ആൻഡ് അവൈലബിലിറ്റി. അവൈലബിലിറ്റി മീൻസ് അതായത് അവൈലബിൾ ആയിരിക്കണം യൂസേഴ്സിന്. നമ്മുടെ ഡാറ്റാസ് അവൈലബിൾ ആയിരിക്കണം. വി ആർ നോട്ട് അലൗഡ് ടു മേക്ക് ഇറ്റ് അൺഅവൈലബിൾ ആക്കാൻ നമുക്ക് ഉള്ള അനുവാദമില്ല. പക്ഷെ എന്തായിരിക്കണം? സെക്യൂറായിട്ട് അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള അവൈലബിലിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഇൻറ്റഗ്രിറ്റി മീൻസ് അൺഓത്തറൈസ്ഡ് യൂസേഴ്സ് അതിനെ ആക്സസ് ചെയ്യാനും പാടില്ല, എന്നാൽ ഓത്തറൈസ്ഡ് യൂസേഴ്സിന് അതിന് ആക്സസിബിലിറ്റി അവൈലബിൾ ആവുകയും വേണം. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമ്മളൊരു സെക്യൂരിറ്റി മെക്കാനിസത്തിൽ ഫോളോ ചെയ്യേണ്ട ക്രൈറ്റീരിയാസ്. ഇനി നമ്മളോട് പറയണത് കോമ്പോണൻസ് ഓഫ് സെക്യൂരിറ്റിയാണ്. സെക്യൂരിറ്റിയുടെ 3 ഡിഫറെൻറ്റ് കോമ്പോണൻസ് ആണ്: ഒത്തൻറ്റിക്കേഷൻ, ഓത്തറൈസേഷൻ ആൻഡ് എൻഫോഴ്സ്മെൻറ്റ്. ഒത്തൻറ്റിക്കേഷൻ ഉണ്ട്, ഓത്തറൈസേഷൻ ഉണ്ട്, എൻഫോഴ്സ്മെൻറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ലെവൽസ് ഓഫ് അല്ലെങ്കിൽ ഈ ഒരു കോമ്പോണൻസിനെ കീപ്പപ്പ് ചെയ്താലാണ് വി ക്യാൻ സേ ദാറ്റ് അവർ സിസ്റ്റം ഈസ് സെക്യൂർ. അപ്പോൾ ഏതൊക്കെ കോമ്പോണൻസ്? ഫസ്റ്റ് കോമ്പോണൻ്റ് ആണ് ഒത്തൻറ്റിക്കേഷൻ. ഒത്തൻറ്റിക്കേഷൻ പറയുന്നത് ഹൂ ദ യൂസർ ഈസ്, ആരാണ് ആ യൂസർ, അല്ലെങ്കിൽ ഹൂ ഓൾ ഹാവ്സ് ദ പെർമിഷൻ ടു ആക്സസ് സിസ്റ്റം ആർക്കൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ആരൊക്കെയാണ് അതിൻ്റെ യൂസേഴ്സ് എന്നുള്ള കാര്യങ്ങളെ അതിന് ഒരു ക്രൈറ്റീരിയ സെറ്റ് ചെയ്യണം. അതിനെയാണ് നമ്മൾ ഒത്തൻറ്റിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ യൂസേഴ്സ് ആരൊക്കെ ആയിരിക്കണം? അപ്പോൾ നമ്മൾ പറയും പെർമിഷൻ കൊടുക്കുകയാണ് സ്റ്റുഡൻസിന് ലാബിൽ സിസ്റ്റം യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്. അതല്ലാതെ വേറൊരാൾ അവിടെ ആക്സസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മളുടെ ലാബിലുള്ള കുട്ടികൾക്ക് മാത്രമേ അറിയുള്ളൂ അവിടുത്തെ പാസ്വേഡ്. അതിനാണ് നമ്മൾ പാസ്വേഡ് മെക്കാനിസം യൂസ് ചെയ്യണത്. പാസ്വേഡ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റുഡൻറ്റ്, അതായത് CS ലാബിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള കുട്ടികൾക്കും ടീച്ചേഴ്സിനും മാത്രമേ അറിയുള്ളൂ PCS CS പാസ്വേഡ്. അത് മാത്രമല്ല, അപ്പോൾ നമ്മളെന്താണ് അവിടെ ഒരു ഒത്തൻറ്റിക്കേഷൻ പ്രൊവൈഡ് ചെയ്തു. ആ ഒരു അഡ്മിന് ഡിസൈഡ് ചെയ്യാം ഹൂ ദ യൂസർ ഈസ്, ആരാണെന്നുള്ളത്. നെക്സ്റ്റ് കോമ്പോണൻറ്റ് ഓഫ് സെക്യൂരിറ്റി ഈസ് ഓത്തറൈസേഷൻ. ഓത്തറൈസേഷൻ ഡിറ്റർമിൻസ് ഹൂ ഈസ് അലൗഡ് ടു ഡു വാട്ട്. ഓത്തറൈസേഷൻ പറയണത് എന്താ വെച്ചാൽ ആര് ചെയ്യണം. നേരത്തെ എന്തെങ്കിലും ചിന്തിച്ചുള്ളൂ ആര്, അത് മാത്രമാണ് ഒത്തൻറ്റിക്കേഷനിൽ വരുന്നത്. ആരാണ് യൂസേഴ്സ് എന്ന് മാത്രമേ ഉള്ളൂ. ആരൊക്കെ എന്തൊക്കെ ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യണത് ആരാണ്? ഓത്തറൈസേഷൻ. അതായത് നമ്മൾ കുറച്ചും കൂടി ഡീപ്പറായിട്ട് പോവുകയാണ്. അപ്പോൾ സെർവർ പ്രോസസ്സുകൾ ആക്സസ് ചെയ്യാൻ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാൻ മാത്രമാണ്, അക്കാഡമിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് മാത്രം യൂസ് ചെയ്യാനാണ് നമ്മൾ സ്റ്റുഡൻസിന് പെർമിഷൻ ഉള്ളൂ. സ്റ്റുഡൻസിന് അതിന് മാത്രമേ നമ്മൾ അലൗ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഓത്തറൈസേഷൻ. അപ്പോൾ അവിടെ
ഇപ്പോൾ ഇൻറ്റേർണൽ മാർക്സ് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടാവും, അത് ആക്സസ് ചെയ്യാൻ സ്റ്റുഡൻസിന് പെർമിഷൻ ഇല്ല. അതുകൊണ്ട് അവരെന്തായി, ദേ ആർ നോട്ട് ഓത്തറൈസ്ഡ് ടു ഡു സോ, ബട്ട് ദേ ആർ ഒതൻറ്റിക്കേറ്റഡ് ആണ്, പക്ഷെ എന്തല്ല, ദേ ആർ നോട്ട് ഓതറൈസ്ഡ് അല്ല. അപ്പോൾ അങ്ങനെയുള്ള ഡിഫറൻസസ് ഉണ്ട്. നെക്സ്റ്റ് ആണ് എൻഫോഴ്സ്മെൻറ്റ് പറയണത് എന്താ വെച്ചാൽ എന്ത് ചെയ്യാനും ഉള്ള ഒരു പെർമിഷൻ നമുക്ക് സിസ്റ്റത്തിൽ ഉണ്ടെന്ന് വിചാരിക്കൂ. അത് നമ്മൾ വീട്ടിലുള്ള സിസ്റ്റം അല്ലേ, നമുക്ക് എന്ത് ചെയ്യാം, എൻഫോഴ്സ്ഡ് ആണ് അവിടെ. അതായത് നമുക്ക് ഇന്ന ആൾക്കാർ ഇന്നതൊക്കെ ചെയ്യുള്ളൂ എന്നുള്ള ഒരു കണ്ടീഷനാണ് നമ്മൾ ആ ഒരു എൻഫോഴ്സ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളൊരു എംപ്ലോയീസ് ആണ് വിചാരിക്കും, ഇപ്പോൾ ഇവിടെ ടീച്ചേഴ്സ് ആണ് വിചാരിക്കും. അപ്പോൾ നമ്മളെങ്ങനെയാണത്, അവരെന്താണോ ഇപ്പം നമ്മുടെ കോളേജിലുള്ള അതോറിറ്റിക്ക് അറിയാം എന്ത് ഇവിടുത്തെ ടീച്ചേഴ്സ് അവർക്ക് ആവശ്യമുള്ള, ഇപ്പോൾ പഠിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ സിസ്റ്റത്തിൽ ചെയ്യണുള്ളൂ എന്നുള്ള ഒരു ഷ്യൂരിറ്റി അവരുടെ മനസ്സിലുണ്ട്. അതിനെയാണ് നമ്മൾ ആ ഒരു എൻഫോഴ്സ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെയാണ് സെക്യൂരിറ്റി കോമ്പോണൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ടെക്സ്റ്റിൽ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ, നന്നായി കുറച്ചും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വായിക്കാം. കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട പോർഷൻസ് ഷെഡ്യൂളിംഗ് പോളിസീസ്, പ്രോസസ്സ് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ മെമ്മറി മാനേജ്മെൻറ്റ്, അതുപോലെ നിങ്ങൾക്ക് ഇതിൽ വരും ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതൊക്കെ എന്തായാലും വരും. ഇവിടെ നിങ്ങളോട് ഒതൻറ്റിക്കേഷൻ എന്താ ഓതറൈസേഷൻ ഒന്നും എന്താ ചോദിക്കില്ല, പക്ഷേ നിങ്ങളോട് ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അസൈൻമെൻറ്റ് വന്നിട്ടുള്ളൊരു ടോപ്പിക് ഉണ്ട്, അത് നിങ്ങളോട് എന്തായാലും ചോദിക്കും. ഏതെങ്കിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ പറ്റിയിട്ട് ഡിഫൈൻ ചെയ്യാനൊക്കെ പറയും. അപ്പോൾ നിങ്ങൾക്കൊന്ന് എഴുതാൻ അറിയണമെങ്കിൽ ആ അസൈൻമെൻറ്റ് ടോപ്പിക്ക് എഴുതണം കേട്ടോ. നെക്സ്റ്റ് ആണ് പ്രൊട്ടക്ഷൻ ഇൻ ഫയൽസ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ആക്സസ് റൈറ്റ്സ്. ഇവിടെ നമ്മൾ ആക്സസ് റൈറ്റ്സ് കൊടുക്കുന്നുണ്ട്. ഫയൽസ് പ്രൊട്ടക്ഷൻ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾ അഫോർഡ് ചെയ്യുന്ന ഡാറ്റ, നമ്മൾ കീപ്പ് ചെയ്യുന്ന ഡാറ്റാസിന് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യണം. ഇറ്റ് ഈസ് ജനറലി ദ ഫയൽസിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ആക്സസ് റൈറ്റ്സ് കൊടുക്കാം. ആ ആക്സസ് റൈറ്റ്സ് ലിസ്റ്റുകളാണ് ഇതൊക്കെ. അതായത് നമ്മൾ ഫയൽ ആക്സസ് റൈറ്റ്സ് കൊടുക്കുകയാണ്. റീഡ് റൈറ്റ് ഉണ്ട്, നമുക്ക് റൈറ്റ് ചെയ്യാനുള്ള ആക്സസ് റൈറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ, അപ്പെൻഡ് ചെയ്യാൻ, ഡിലീറ്റ് ചെയ്യാൻ, ഡിസ്പ്ലേ ചെയ്യാൻ, അതാണ് ആ ലിസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്, ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ ഇതിനൊക്കെയുള്ള ആക്സസ് റൈറ്റ്സ് ഉണ്ട്. പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ആക്സസ് റൈറ്റ്സ് ഒക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫയൽസിന് ഒരു പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യാം. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഫോർ പ്രൊവൈഡിങ് പ്രൊട്ടക്ഷൻ ആണ് ടു ഫയൽസ്. നെക്സ്റ്റ് ആണ് ആക്സസ് കൺട്രോൾ മെട്രിക്സ്, അല്ലെങ്കിൽ ആക്സസ് മെട്രിക്സ് എന്ന് പറയും. നെക്സ്റ്റ് ടെക്നിക്കാണ് ആക്സസ് മെട്രിക്സ് അല്ലെങ്കിൽ ആക്സസ് കൺട്രോൾ മെട്രിക്സ് എന്ന് പറയും. ഇവിടെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു കമ്പ്യൂട്ടർ സിസ്റ്റംസിന് ഒരു സെക്യൂരിറ്റി മോഡൽ പ്രൊവൈഡ് ചെയ്യണം. അതായത് ഓരോ സിസ്റ്റം, ഇത് ഇൻ ദ ഫോം ഓഫ് എ മെട്രിക്സ്, ഇതിൻ്റെ ഒരു നമ്മളുടെ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഇൻ ദ ഫോം ഓഫ് മെട്രിക്സ്, ആൻഡ് ഈച്ച് റോ ഈസ് പ്രൊവൈഡഡ് വിത്ത് ഓരോ റോയ്ക്കും നമ്മൾ സ്പെസിഫിക്കേഷൻസ് കൊടുക്കുന്നുണ്ട്, അതുപോലെ ഓരോ കോളംസിനും. അതായത് ഓരോ റോയ്ക്കും നമ്മൾ ഏതൊക്കെ ഡാറ്റാസാണ് അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ നോക്കൂ, അസറ്റ് 1 അസറ്റ് 2 എന്നൊക്കെ പറയുന്നത് പ്രോസസ്സുകളാണ്. പ്രോസസ്സ് 1 ഉണ്ട്, പ്രോസസ്സ് 2 ഉണ്ട്. അപ്പോൾ നോക്കൂ, ഇതിവിടെ റോൾ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രോസസ്സിൻ്റെ റോൾ എന്താണെന്ന്, ഫസ്റ്റ് പ്രോസസ്സിന് എന്തൊക്കെ ആക്സസ് റൈറ്റ്സ് ഉണ്ട്, അതാണ് റോൾ 1 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഫസ്റ്റ് പ്രോസസ്സിനെ റീഡ് ചെയ്യാം, റൈറ്റ് ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്യാം, എല്ലാ പെർമിഷൻസും ആണ്, സ്വന്തമായിട്ടാണ് എല്ലാ പെർമിഷൻസും അവൈലബിൾ ആയിട്ടുള്ളത്. അതേസമയം സെക്കൻഡ് കോളത്തിലേക്ക് നോക്കൂ, സെക്കൻഡ് പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി മാത്രമേ ഉള്ളൂ. ഇനി ഡിഫറെൻറ്റ് റിസോഴ്സസാണ് നമുക്ക് അടുത്ത കോളംസ് പ്രൊവൈഡ് ചെയ്യുന്നത് റിസോഴ്സസ് ആണ്. റിസോഴ്സസ് മീൻസ് ഇറ്റ് മേ ബി പ്രോസസ്സസ് ഓർ സം മെമ്മറി ഓർ ഫയൽസ്, എനി അതർ ക്രെഡൻഷ്യൽസ് പ്രൊവൈഡഡ് ഇൻ ദ സിസ്റ്റത്തിലുള്ള ബാക്കി എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ നോക്കൂ, ഫസ്റ്റ് പ്രോസസ്സിൻ്റെ റോൾ അല്ലെങ്കിൽ ആക്സസ് റൈറ്റ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് പ്രോസസ്സിനെ റീഡ് ചെയ്യാം, റൈറ്റ് ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്യാം, ഓൺ പെർമിഷൻസ് പ്രൊവൈഡ് ചെയ്യാം. സെക്കൻഡ് പ്രോസസ്സിനെ അതിനെ എക്സിക്യൂട്ട് ചെയ്യാം, ഫയൽസിനെ റീഡ് ചെയ്യാം, ഡിവൈസസ് യൂസ് ചെയ്തിട്ട് അവിടെ റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാം. ഇനി നോക്കൂ, സെക്കൻഡ് പ്രോസസ്സിൻ്റെ റോള് നോക്കൂ.
പ്രോസസ്സിൻ്റെ റോൾ എന്താണെന്ന് നോക്കി നോക്കൂ. സെക്കൻഡ് പ്രോസസ്സിന് ഫസ്റ്റ് പ്രോസസ്സിന് റീഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റില്ല? റൈറ്റ് ചെയ്യാൻ പറ്റില്ല, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് പ്രോസസ്സിന് ഫസ്റ്റ് പ്രോസസ്സിന് റീഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ സെക്കൻഡ് പ്രോസസ്സിന് എന്ത് ചെയ്യാം? റീഡ് ചെയ്യാം, റൈറ്റ് ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്യാം, ഓൺ പെർമിഷൻസ് ഉണ്ട്. വേറെയുള്ള റിസോഴ്സസ് ഒന്നും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു മെട്രിക്സ് ഫോർമാറ്റിൽ നമ്മൾ പെർമിഷൻസ്, ആക്സസ് റൈറ്റ്സ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ആക്സസ് കൺട്രോൾ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്നിലും നമ്മുടെ IJ ഡിഫൈൻ ചെയ്യണത്, അതായത് 1.1 ആ ഓരോ ബോക്സിലും ഡിഫൈൻ ചെയ്യണത് അവിടെയുള്ള ആക്സസ് റൈറ്റ്സ് പ്ലസ് സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ഓർ റിസോഴ്സ് അവൈലബിലിറ്റി. ഇനി അപ്പോൾ ഇത്രയാണ് പ്രൊട്ടക്ഷൻ മെക്കാനിസംസിൽ പറയണത്. ഇനി നമുക്ക് ഇത് തന്നെ ഒരു ഗ്ലോബൽ ടേബിൾ യൂസ് ചെയ്തിട്ടും കൂടി നമുക്ക് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യാം. അടുത്ത വീഡിയോ പറയാം.